Hi dear students, അപ്പം ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ്. മോഡലിനും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, മെയിൻ എക്സാമിന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഈ ക്വസ്റ്റ്യൻ. പഠിച്ചുള്ളൂ, അറിയാത്ത കുട്ടികൾ പഠിച്ചിട്ട് പോകുക, വളരെ ഈസിയാണ്. അപ്പോൾ ഫസ്റ്റ് എന്താണ് ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ്? സ്റ്റെബിലൈസിങ് ഇൻട്രാക്ഷൻ ആണ്. നിങ്ങൾ ഒരു സ്റ്റെബിലൈസിങ് ഇൻട്രാക്ഷൻ എഴുതാൻ പറഞ്ഞാൽ ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് ആണെന്ന് നോക്കുക. പിന്നെ അതിന്റെ ഡെഫിനേഷൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നിങ്ങൾ കാണാൻ പഠിച്ചോളുക. ഡെഫിനേഷൻ വേറെ ഒന്നുമില്ല. ഡീലോക്കലൈസേഷൻ ഓഫ് സിഗ്മ ഇലക്ട്രോൺ ഓഫ് CH ബോണ്ട് of alkyl group attached to an unsaturated system or unshaded p orbital. ഒരു unsaturated system എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള ഒരു കാർബണിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള വേറൊരു CH ബോണ്ടിന്റെ സിഗ്മ ഇലക്ട്രോൺ ഉണ്ടാകുന്ന മൂവ്മെന്റ് ആണ് ഏതെന്ന് പറഞ്ഞാൽ ഹൈപ്പർ കോൺജുഗേഷൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല, വരയ്ക്കാനാണ് ചോദിക്കുന്നത്. എക്സാമ്പിൾ നമുക്ക് ഈത്തയിൽ കാറ്റോൺ എടുക്കാം. CH3CH2+, ഇതാണ് ഈത്തയിൽ കാറ്റോൺ. ഞാൻ ഇവിടെ ഈത്തയിൽ കാറ്റോൺ വരച്ചിട്ടുണ്ട്, CH3CH2+. ഓക്കെ, ഈ കാർബൺ ഇലക്ട്രോണെ ലോസ് ചെയ്യുമ്പോൾ അവിടെ പോസിറ്റീവ് സൈൻ വരും, പ്ലസ് സൈൻ വരും. അപ്പൊ ഈ കാർബണിൽ ഇപ്പം ഉള്ള പി ഓർബിറ്റലിൽ അൺഷെയ്ഡ് ആണ്, അൺപെയ്ഡ് പി ഓർബിറ്റലുണ്ട്. അപ്പൊ ഇതിനെയാണ് അൺഷെയ്ഡ് സിസ്റ്റം എന്ന് പറയും. അൺഷെയ്ഡ് പി ഓർബിറ്റലുള്ള കാർബണിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള വേറൊരു കാർബൺ, ഈ കാർബൺ ഉണ്ടല്ലോ, ഈ കാർബൺ നോക്കി, ഈ കാർബണും ഈ ഹൈഡ്രജനുമായിട്ടുള്ള ഈ ബോണ്ട് എന്ന് പറഞ്ഞാൽ സിഗ്മ ബോണ്ട്, ഈ ബോണ്ട് സിഗ്മ ബോണ്ട്, ഈ ബോണ്ട് സിഗ്മ ബോണ്ട്. ഇതിൽ ഏതെങ്കിലും ബോണ്ടിന് മൂവ്മെന്റ് സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന എഫക്റ്റിനെ പറയുന്ന പേരാണ് ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ്. എന്താണ് വരയ്ക്കാനായി ഇപ്പൊ പഠിപ്പിച്ചത് കുട്ടികളെ? ഇങ്ങോട്ട് നോക്കടാ, വേറെ ഒന്നുമില്ലടാ. എടാ ഈ കാർബൺ ഇപ്പൊ 1, 2, 3 അല്ലേ എടാ വാലൻസി. അപ്പൊ ഈ കാർബൺ വിചാരിക്കും ഇവന് 4 ആക്കി കൊടുക്കാന്ന് പറഞ്ഞ് ആ കാർബൺ എന്ത് ചെയ്യൂടാ? ആ കാർബൺ ഇങ്ങോട്ട് നോക്കടാ. ഇപ്പൊ ഇതാണ് അവിടുത്തെ സംഭവം എന്ന് പറഞ്ഞ, ആ കാർബൺ ഇവന്റെ ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷെയർ ചെയ്യും. അപ്പൊ ഈ രണ്ടുപേരും കൂടെ പരസ്പരം ഡബിൾ ബോണ്ട് ആവും. ഡബിൾ ബോണ്ട് ആവും, ഈ പോസിറ്റീവ് ചാർജ് ഇലക്ട്രോൺ പോയതൊക്കെ പോകും, ഡബിൾ ബോണ്ട് ആവും. ഓക്കെ, ഈ കാർബണും ഈ കാർബണും കൂടെ ഒരു ഇലക്ട്രോനെ പരസ്പരം എന്ത് ചെയ്യൂടാ? ഷെയർ ചെയ്യും. അപ്പൊ എന്താവും? ഡബിൾ ബോണ്ട് ആവും. അപ്പൊ നോക്കിയടാ, ഈ കാർബണിന് 1, 2, 3, 4, 5, ഈ കാർബൺ എന്ത് സംഭവിച്ചു? 5 ആയിപ്പോയി. 10 ഇലക്ട്രോൺ ബാലൻസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഈ കാർബൺ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു ഹൈഡ്രജനെ കളയും. ഞാൻ എന്താ ഈ ഹൈഡ്രജൻ അങ്ങ് കളഞ്ഞു ഒന്ന് വിചാരിക്കുക. ഈ ഹൈഡ്രജനെ കളഞ്ഞാൽ ആ ഹൈഡ്രജൻ ഏത് സൈനായിട്ട് മാറും? H+ ആയിട്ട് മാറും. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, സാർ എന്തിനാ സാറേ ആ ഹൈഡ്രജനെ കളഞ്ഞത്? ഇപ്പുറത്തെ ഹൈഡ്രജൻ നമുക്ക് കളഞ്ഞോ? ആയിക്കോട്ടെ, നിങ്ങൾക്ക് അവനെ കളയാനാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ അയാളെ കളഞ്ഞ് എഴുതിക്കോ. എങ്ങനെ എഴുതാം? C ഡബിൾ ബോണ്ട് CH മോളിലും H താഴെയും H. നിങ്ങൾ ഈ ഹൈഡ്രജനെയാണ് റിമൂവ് ചെയ്യുന്നത് എങ്കിൽ ആ ഹൈഡ്രജൻ അങ്ങ് കളയുക, H+. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മൂന്നാമത്തെ പറയണ എന്നാ ശരിയാവൂലല്ല, എന്നാ പിന്നെ നമുക്ക് ആരെയും കൂടെ കളയാം. താഴത്തവനെ കളഞ്ഞും കൂടെ ഒരു ഫിഗറും കൂടെ എഴുതാമല്ലോ. എന്നാ എഴുതിക്കോ, എനിക്ക് നിങ്ങൾ പറയുന്നതിൽ ഒരു എതിരഭിപ്രായവും ഇല്ല, എഴുതിക്കോ. ആ ഏത് ഹൈഡ്രജൻ, ഈ കാർബണിലെ ഏത് ഹൈഡ്രജനെ വേണോ നിങ്ങൾ എന്ത് ചെയ്തോ? റിലീസ് ചെയ്തോ, എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ അത് പഠിച്ചാൽ മാത്രം മതി. ക്ലിയർ? ഇതാണ് ഹൈപ്പർ കോൺജുഗേഷൻ ഫിഗർ എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? മാറി സിഗ്മ ബോണ്ടിൽ ഇലക്ട്രോൺസ് ഇങ്ങനെ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ കോമ്പൗണ്ട് സ്റ്റേബിൾ ആയിട്ട് മാറും. ഈ എഫക്റ്റിനെ പറയുന്ന പേരാണ് ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ്. ഈഥൈൽ കാറ്റോണിന്റെ സ്ട്രക്ചർ. സംശയം ഉണ്ടാർക്കേലും? ക്ലിയർ അല്ലേ? എളുപ്പമല്ലേ? വേറെ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറഞ്ഞുതരാം. ആദ്യം ഈഥൈൽ കാറ്റോൺ വരയ്ക്കുക. ഇവന് 4 വാലൻസി ആകാൻ വേണ്ടി ഇവിടെ ഡബിൾ ബോണ്ട് വരും. ഇവിടെ ഡബിൾ ബോണ്ട് വന്നാൽ ഇവൻ 5 ആകും. ഓക്കെ, അപ്പോൾ ഒരു ഹൈഡ്രജൻ, ഇഷ്ടമുള്ള ഹൈഡ്രജൻ റിമൂവ് ചെയ്യാം. ഓരോ ഹൈഡ്രജൻ റിലീസ് ചെയ്യുമ്പോഴും ഓരോ ഫിഗർ കിട്ടും. ക്ലിയർ ആണ്? സംശയം ഉണ്ടോ? അങ്ങനെ ഈ ഫിഗർ നിങ്ങൾ എന്ത് ചെയ്യുക? വരയ്ക്കാൻ പഠിച്ചോളുക. ഈസി അല്ലേ? ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നെയാണ്, വരയ്ക്കാനുള്ള ഷോർട്ട് കട്ട് പറഞ്ഞു തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് ഫിഗർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊപ്പിന്റെ ഹൈപ്പർ കോൺജുഗേഷൻ പറ്റി വരയ്ക്കാൻ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. ഒന്നെങ്കിൽ ഇത് ചോദിക്കാം, അല്ലെങ്കിൽ എന്ത് ചോദിക്കാറുണ്ട്? പ്രൊപ്പിന്റെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹൈപ്പർ കോൺജുഗേഷൻ പറ്റി വരയ്ക്കാൻ ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് പ്രൊപ്പിന്റെ ഹൈപ്പർ കോൺജുഗേഷൻ പറ്റി എങ്ങനെയാണ് നോക്കാം. ഇതാണ് പ്രൊപ്പീനെ. പ്രൊപ്പീന്റെ കേസിലെ ഡെഫിനിഷനാണ് നമ്മൾ തന്നിട്ടുള്ളത്. നോക്കടാ, ഈ കാർബണിനെ പറയുന്ന പേരാണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് പറയും. അൺസാച്ചുറേറ്റഡ് കാർബൺ, ഡബിൾ ബോണ്ടിലെ കാർബൺ. ഈ കാർബണിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ കാർബൺ ഇവന്മാരുടെ ഏതെങ്കിലും ഹൈഡ്രജൻ ആയിരിക്കും റിലീസ് ആവുന്നത്. ഇതാണ് ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറഞ്ഞാൽ. ഈ 3 ഹൈഡ്രജനിൽ ഏതെങ്കിലും ഹൈഡ്രജൻ റിമൂവ് ആവും. ഡബിൾ ബോണ്ടിൽ അല്ലെങ്കിൽ ഇപ്പുറത്ത് സംഭവിക്കാം, ഇപ്പുറത്ത് സംഭവിക്കാം. പക്ഷെ ഇപ്പുറത്ത് സംഭവിക്കുന്നത് കാരണം ഇപ്പുറത്ത് ഈ കാർബണും ഡബിൾ ബോണ്ട് ഡയറക്റ്റ് കാർബൺ, അപ്പൊ ഇവിടെ സംഭവിക്കത്തില്ല. അപ്പൊ ഡബിൾ ബോണ്ടുള്ള കാർബണിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ഈ കാർബണിലെ ഈ 3 ഹൈഡ്രജനിൽ ആരെങ്കിലും റിലീസ് ആവും. അതിനെ പറയുന്ന പേരാണ് ഏതെന്ന് പറഞ്ഞാൽ അതാണ് ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ്. ഫസ്റ്റ് ഞാൻ പഠിപ്പിച്ചു തരാം. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ 3, ഇവിടെ എല്ലാവരും കറക്റ്റ് 4 ആണ്. പ്രൊപ്പീൻ വിചാരിക്കും നമുക്ക് ഈ ഡബിൾ ബോണ്ടിനെ എടുത്ത് ഇപ്പുറത്തിടാന്ന് വിചാരിക്കും.
അങ്ങനെ പ്രൊപ്പീൻ അങ്ങനെ ഡബിൾ ബോണ്ടിനെ എടുത്ത് ഞാൻ ഷോർട്ട് കട്ടാണ് പറഞ്ഞിരുന്നത്. റെഗുലർ ക്ലാസ് ആണ്, ഇങ്ങനെ എല്ലാം വെക്കാൻ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഷോർട്ട് കട്ടാണ്. പ്രൊപ്പീൻ വിചാരിക്കും ഈ ഡബിൾ ബോണ്ടിനെ എടുത്ത് ഇപ്പുറത്ത് കൊടുക്കാന്ന്. കൊടുത്തോടാ, ആ ഡബിൾ ബോണ്ട് കൊടുത്തേ. ബാക്കിയുള്ള ആൾക്കാരെ ഞാൻ വരയ്ക്കുകയാണ്. ആ ഡബിൾ ബോണ്ടിനെ എടുത്ത് അപ്പുറത്ത് കൊടുത്താൽ എന്ത് സംഭവിക്കും? എച്ച്. അപ്പൊ ഇവിടെ ഡബിൾ ബോണ്ട് ഇല്ലേ, അവിടെ സിംഗിൾ ബോണ്ടേ ഉള്ള സി എച്ച് എച്ച് ഇങ്ങനെ സംഭവിക്കും. ഈ ഡബിൾ ബോണ്ട് ഇപ്പുറത്തോട്ട് ചാടി ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ രണ്ട് പ്രശ്നങ്ങളാണ് ഇവിടെ സംഭവിച്ചത്. ഈ കാർബണിന് 1 2 3 4 5 ബാലൻസ് എന്ന് പറഞ്ഞാൽ 10 ഇലക്ട്രോണായി. പാടില്ല, 4 പാടുള്ളൂ. അപ്പൊ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ ഒരു പ്രശ്നം പറ്റി. സിമിലർലി ഈ കാർബണിന്റെ ബാലൻസ് 1 2 3 ആയേ ഉള്ളൂ. 4 പോയി ഇല്ലല്ലോ. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഈ ഡബിൾ ബോണ്ട് ഇപ്പുറത്തോട്ട് പോകുമ്പോൾ ഈ ഡബിൾ ബോണ്ടിൽ ഷെയർ ആയിട്ടിരിക്കുന്ന ഇലക്ട്രോൺസിനെ ഈ കാർബൺ തിരിച്ചു വിളിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ഇലക്ട്രോൺ ഫ്രീ ആകും. അപ്പം 1 2 3 4 ഇവിടെ 2 ഇലക്ട്രോൺ 4 ഇലക്ട്രോൺ 6 ഇലക്ട്രോൺ 8 ഇലക്ട്രോൺ. അപ്പൊ ഈ കാർബൺ ചുറ്റും 8 ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ ഡബിൾ ബോണ്ട് ഇപ്പുറത്ത് പോകുമ്പോൾ ഈ ഡബിൾ ബോണ്ടിൽ ഷെയർ ആയിരിക്കുന്ന ഇലക്ട്രോണിനെ കാർബൺ തിരിച്ചു വിളിക്കും. അപ്പൊ ഇവന്റെ പ്രശ്നം പരിഹരിച്ചു. ഇനി ഇവന്റെ പ്രശ്നം എങ്ങനെ പരിഹരിക്കും? ഇവിടെ നോക്കടാ, 1 2 3 4 5 ആയില്ലേ. ഇവന്റെ പ്രശ്നം പരിഹരിക്കുന്നതാണ് ഹൈപ്പർ കോൺജുഗേറ്റ്. അവന് പറയാണ് നിങ്ങൾ ഒരു ഹൈഡ്രജനെ ലോസ് ചെയ്തു. അപ്പൊ നിങ്ങൾ നേരത്തെ പോലെ പറയാണ്, സാറേ അവനെ കളഞ്ഞ എന്തിനെ? ഇവനെ കളഞ്ഞൂടെ? നമുക്ക് കളയടാ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ കള. എച്ച് ഇവനെ കളഞ്ഞോ? അവനെ കളഞ്ഞ ബാക്കി ഫിഗർ എന്താ? CH പിന്നെ ഇവിടെ എന്തുണ്ടാ? ആ ഇലക്ട്രോൺ. അവ വേറൊരുത്തം പറയാണ്, എന്നാ പിന്നെ നമുക്ക് ആരെ കളയാം? ഈ ഹൈഡ്രജൻ റിമൂവ് ചെയ്തൂടെ? റിമൂവ് ചെയ്തോ, നിങ്ങളുടെ ഇഷ്ടമാണ്, എൻ്റെ ഇഷ്ടം. എനിക്ക് വേറെ ഒരു ഇഷ്ടങ്ങളും ഇല്ല. നിങ്ങൾ എന്ത് പറയുന്നു അത് തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്താണ്? ഈ ഹൈഡ്രജനും ഈ ഹൈഡ്രജനും കാണും, ഇവനെ റിമൂവ് ചെയ്യാം അല്ലേ? ഹൈഡ്രജൻ ഇങ്ങനെ വരയ്ക്കുന്നതിനെ പറയുന്ന പേരാണ് ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് അല്ലെങ്കിൽ ഹൈപ്പർ കോൺജുഗേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇത് വരയ്ക്കാൻ ഈസി ആണല്ലോ. ഇത് വരയ്ക്കാൻ എക്സാമിന് ചോദിക്കും. ഒന്നുകിൽ ഈത്തയിൽ കാറ്റിയോന്റെ ഹൈപ്പർ കോൺജുഗേഷൻ പറ്റി വരയ്ക്കാൻ ചോദിക്കും, അല്ലെങ്കിൽ പ്രൊപ്പീന്റെ വരയ്ക്കാൻ ചോദിക്കും. ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. ക്ലിയർ ആണോ? സംശയമുണ്ടോ? മനസ്സിലായോ? പിടികിട്ടിയോ? ഇനി ഒരു കേസും കൂടെ പറഞ്ഞിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ ഹൈപ്പർ കോൺജുഗേഷൻ വരയ്ക്കാൻ മനസ്സിലായല്ലോ കുട്ടികളെ? നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പഠിപ്പിച്ചത്. ഡീറ്റെയിൽഡ് വീഡിയോ ആണെങ്കിൽ എഫക്റ്റ് ഒക്കെ പഠിപ്പിച്ച് ഞാൻ പഠിപ്പിക്കുമായിരുന്നു കേട്ടോ. ഇത് പെട്ടെന്ന് വരയ്ക്കാൻ എങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാം, അതാണ് അപ്പുറത്തേട് ഇപ്പുറത്തേന്ന് പറഞ്ഞു തന്നെ കേട്ടോ. അപ്പൊ ഇങ്ങനെ പഠിച്ചു വെച്ചോളുക. നെക്സ്റ്റ് ഇതിന് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്, ഹൈപ്പർ കോൺജുഗേഷന്റെ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ പറഞ്ഞ ഇപ്പം CH3 ട്രൈസ് സി, ഇതിന്റെ പ്രത്യേകം ഇങ്ങനെയാണ്. CH3 ഇത് ഹൈപ്പർ കോൺജുഗേഷന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഇതിൽ ഇപ്പൊ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 4 കാർബൺ. ഇതിലിപ്പം ഒരു ഇത് പോയെന്ന് വിചാരിച്ചോ, അപ്പൊ ഇവിടെ പ്ലസ്. ഓക്കെ, ഇനി വേറൊരാൾ ഇങ്ങനെ വിചാരിച്ചോ, നോക്കിയേ, CH3 CH പ്ലസ്. ഓക്കെ, ക്ലിയർ? ഇനി അടുത്ത വേറൊരു കേസ് എന്ന് പറയുമ്പോൾ CH3 CH2 പ്ലസ്. ഓക്കെ, ദെൻ അടുത്ത കേസ് എന്ന് പറയുമ്പോൾ CH3 പ്ലസ്. ഇങ്ങനെ ഒരു 4 കേസ് ഉണ്ട്. ഇത് ഓരോ കേസ് ഞാൻ എഴുതി തരാം. ഇതിനെയാണ് CH3 ട്രൈസ് C പ്ലസ് എന്ന് എഴുതും. ഇയാളെ നമ്മൾ CH3 ടോയ്സ് CH പ്ലസ് എന്ന് എഴുതും. ഇയാളെ വേറൊന്നുമില്ല, CH3 CH2 പ്ലസ് എന്ന് എഴുതും. ഇയാള് CH3 പ്ലസ്. ഓക്കെ, ഇത് ടെർഷ്യറി കാർബോകാറ്റയോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജുള്ള കാർബൺ എത്ര കാർബണുമായിട്ട് കോൺടാക്ട് ഉണ്ട്. ഇത് സെക്കൻഡറി, പോസിറ്റീവ് ചാർജുള്ള കാർബൺ എത്ര കാർബണുമായിട്ട് കോൺടാക്ട് ഉണ്ട്. ഇത് പ്രൈമറി, പോസിറ്റീവ് ചാർജുള്ള കാർബൺ എത്ര കാർബണുമായിട്ട് കോൺടാക്ട് ഉണ്ട്. ടെർഷ്യറി, സെക്കൻഡറി, പ്രൈമറി കാർബോകാറ്റയോൺ. ഇതിന്റെ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ ടെർഷ്യറി കാർബോകാറ്റയോൺ ആയിരിക്കും മോർ സ്റ്റേബിൾ, അത് കഴിഞ്ഞ് സെക്കൻഡറി, അത് കഴിഞ്ഞ് പ്രൈമറി. ടെർഷ്യറി, സെക്കൻഡറി, പ്രൈമറി, പിന്നെ സാധാരണ മീഥൈൽ കാറ്റയോൺ. ഇതാണ് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ. എക്സാമിന് ചോദിക്കും, ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറയും. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഈ പോസിറ്റീവ് ചാർജുള്ള കാർബൺ ആറ്റം എത്ര ആൽക്കൈൽ ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ, ആൽക്കൈൽ ഗ്രൂപ്പിന്റെ എണ്ണം കൂടിയാൽ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി കൂടും. ഇവിടെ ആണെങ്കിൽ 3 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ CH പ്ലസ് 2 ആൽക്കൈൽ ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ 1 ആൽക്കൈൽ ഗ്രൂപ്പാണ്. എത്ര ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടോ, ആൽക്കൈൽ ഗ്രൂപ്പിന്റെ സൈസ് കൂടുതലാണോ അവന്റെ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് ടെർഷ്യറി കാർബോകാറ്റയോൺ മോർ സ്റ്റേബിൾ ആയെന്ന് ചോദിച്ച റീസൺ
നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ദി എന്താണ് പോസിറ്റീവ് ചാർജ് കാർബൺ ആറ്റം ഇസ് മോർ എന്ന് പറഞ്ഞാൽ കാർബോകാറ്റയോണിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ആൽക്കലി ഗ്രൂപ്പിന്റെ എണ്ണം കൂടുതലാണെങ്കിൽ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. ഇവിടെ 3 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവനായിരിക്കും സ്റ്റെബിലിറ്റി കൂടുതൽ. എത്ര ആൽക്കലി ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ മോർ ആൽക്കലി ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. ആരിൽ? പോസിറ്റീവ് ചാർജുള്ള ആ കാറ്റയോൺ ഗ്രൂപ്പിൽ, ആ കാർബോകാറ്റയോണിൽ എത്ര ആൽക്കലി ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ കൂടുതൽ ആൽക്കലി ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. ഇതാണ് ഹൈപ്പർ കോൺജുഗേഷൻ. ഇതിന്റെ ഓർഡർ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. എക്സാമിന് ഇങ്ങനെ ചോദിക്കുകയാണ്, ടെർഷറി കാർബോകാറ്റയോൺ മോർ സ്റ്റേബിൾ ആണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ റീസൺ ഹൈപ്പർ കോൺജുഗേഷൻ പറ്റുന്ന പറഞ്ഞു കൊടുക്കുക. ടെർഷറി കാർബോകാറ്റയോൺ സ്റ്റെബിലിറ്റി കൂടുതലാണെങ്കിൽ അതിന്റെ റീസൺ എന്താണ്? ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ്. കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, ഒരു ടഫ് ടോപ്പിക് ആണ്, പക്ഷെ ഈസിയാണ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലാക്കി പഠിക്കുക, ഇത് എക്സാമിന് ചോദിക്കും. ഈസിയാണ്, ഇങ്ങനെ പഠിച്ചു വെച്ചാൽ ഈസിയാണ്. ഇതിൽ എന്തെങ്കിലും ഒരു കണക്ട് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഒന്നെങ്കിൽ ഇതിന്റെ ഓർഡർ എന്നോ ആരെങ്കിലും സ്റ്റേബിൾ ആണെന്ന് ചോദിച്ചാൽ ചാടി കയറി എഴുതി കൊടുക്കുക ഡ്യൂ ടു ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് എന്ന് എഴുതി കൊടുക്കുക. മനസ്സിലായോ? പിടികിട്ടിയോ? അപ്പൊ ഈ 2 ഫിഗറും നിങ്ങൾ വരയ്ക്കാൻ പഠിച്ചോളുക. 5 മിനിറ്റ് എടുക്കോളൂ. ഈ വീഡിയോ കൂടെ കണ്ടിട്ട് വേണം എക്സാമിന് പോ. ഓക്കെ, ബൈ.